ഗോപിക ഈ അടുത്തിടെ അമൃത ടി വിയിൽ നടന്ന സൂപ്പർ സ്റ്റാർ എന്ന ഷോയിൽ പാടിയ അനുഗ്രഹീത കലാകാരിയാണ്. നല്ലൊരു കൈയടി നൽകാം. അതുപോലെ തന്നെ ആ പുറകിൽ നിൽക്കുന്ന നമ്മുടെ കമ്മിറ്റി അംഗങ്ങളോടും പ്രേക്ഷകരോടും അല്പസമയം മുന്നിൽ വന്നിരിക്കെ ഒരു നമ്മളുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കാൻ അല്പസമയം കൂടെ എടുക്കും. നമ്മുടെ മന്ത്രിയും MLAയും അതുപോലുള്ള ഗസ്റ്റുകളും എത്തിച്ചേരുന്നേ ഉള്ളൂ. അതിനു മുമ്പായിട്ട് ഡൽഹി മലയാളി അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ടോണി കണ്ണമ്പുഴ അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് മറ്റൊരു ചടങ്ങിൽ സംബന്ധിക്കാനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേദിയിലേക്ക് സ്വീകരിക്കുന്നു. ബൊക്കെ നൽകാനായിട്ട് ശ്രീ പ്രസാദ് കെ നായർ അദ്ദേഹത്തെ വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഒരു ഇൻട്രഡക്ഷൻ ഇല്ലാതെ അദ്ദേഹത്തിനെ കൊണ്ട് രണ്ട് വാക്ക് പറയിക്കണം. കാരണം ഡൽഹി മലയാളി അസോസിയേഷൻ്റെ മുഖച്ഛായ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. 76 വർഷം പിന്നിട്ട ഈ സംഘടന അതിൻ്റെ മറ്റൊരു അധ്യായം സുവർണ ലിപികളിൽ എഴുതി ചേർക്കാൻ ഏടുകൾ മെനയുന്ന നമ്മുടെ ചെറുക്കുള്ള ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ ടോണി കണ്ണമ്പുഴ. അദ്ദേഹത്തെ ഈ വേദി ശുഷ്കിച്ചതാണ്. നമ്മൾ ഓണസദ്യ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി മടങ്ങി എത്തുന്നതേ ഉള്ളൂ. അതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ വേദിയെ അഭിസംബോധന ചെയ്ത് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീ ടോണി കണ്ണമ്പുഴ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ച് ആളുകൾ പകുതി മയക്കത്തിലാന്ന് തോന്നും. പിന്നെ ഈ സദ്യ കഴിയുമ്പോൾ അവർ എഴുന്നേക്കാൻ നേരത്തെ ആലോചിക്കും, നേരത്തെ പോയിട്ട് കാര്യമൊന്നുമില്ല, 1 മണിക്കൂർ അവർ പ്രസംഗിച്ച് നമ്മളെ ബോറടിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു 7-8 മണിയാകുമ്പോഴായിരിക്കും പ്രോഗ്രാം എന്ന് കരുതിയായിരിക്കും ആൾക്കാർ വരുന്നത്. അപ്പോൾ ആൾക്കാർ അവരുടെ സൗകര്യപൂർവ്വം വരട്ടെ. ഈ കലാപരിപാടികളൊക്കെ തീർച്ചയായിട്ടും ആസ്വദിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ. നമ്മളുടെ ഡൽഹി മലയാളി അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻറ്റ് CA നായർ സാറുണ്ട്, അച്ചുവേട്ടനുണ്ട്, മുൻ ഒഫീഷ്യേറ്റിംഗ് പ്രസിഡൻറ്റ് കേശവൻകുട്ടി സാറുണ്ട്, ഏരിയയുടെ ഭാരവാഹികൾ ഭോജൻജി, പ്രസാദ്ജി തുടങ്ങിയ ഏരിയ ഭാരവാഹികൾ, വുമൺസ് വിങ്, എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സാർ കേരളത്തിലായതുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അഡീഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ PN ഷാജി സാർ ഇവിടെയുണ്ട്. അദ്ദേഹം വിശദമായ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയും. ഡൽഹി മലയാളി അസോസിയേഷൻ്റെ കലോത്സവമാണ് വരുന്നത്. അതിൻ്റെ വിശദമായ സർക്കുലറുകൾ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുക. അതിനകത്ത് പങ്കെടുക്കാൻ ലഭിക്കുന്ന ഒരവസരം നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇവിടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് അംഗം ജയകുമാർ ഇവിടെയുണ്ട്. ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. വ്യക്തിപരമായിട്ടുള്ളൊരു ആവശ്യമുള്ളതുകൊണ്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് പോകുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഇന്നത്തെ പരിപാടികൾ ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്. കലാകാരന്മാരെയും ഗായകരെയും കൊണ്ട് സമ്പന്നമായ ഒരു ഏരിയയാണ് ഡൽഹി മലയാളി അസോസിയേഷൻ്റെ മയൂറുകാർ ഫേസ് 2. മറ്റൊരു അനുഗ്രഹീത ഗായിക നമ്മോടൊപ്പം ഉണ്ട്. പോക്കറ്റ് ഡിയിൽ താമസിക്കുന്ന മിനി മനോജിനെ ഒരു ഗാനം ആലപിക്കുവാൻ ഏറെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
രാജഹംസമേ മഴവിൽ കൊടിയിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളെ മറുവാക്കുമിടുമോ? ഇവിടെ എൻ്റെ സ്നേഹദായകൻ. ഓ രാജഹംസമേ. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിങ്ങു മാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിങ്ങു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വണ്ണച്ചിറകുമായി പാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിങ്ങു മാറി. നീരദശ്യാമള നീലനഭസ്സരോവരമായി. നീരദശ്യാമള നീലനഭസ്സൊരു ചാരുസരോവരമായി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിങ്ങു മാറി. ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ജീമൂത നിർജ്ജരി പോലെ. ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ജീമൂത നിർജ്ജരി പോലെ. ചിന്തിയ കൗമാര സങ്കൽപ്പധാരയ എന്നെയേ മറന്നു ഞാൻ പാടി. ചിന്തിയ കൗമാര സങ്കൽപ്പധാരയ എന്നെയേ മറന്നു ഞാൻ പാടി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിങ്ങു മാറി. വിണ്ണിലും
മാന്യ സദസ്സിന് നമസ്കാരം. ഡൽഹി മലയാളി അസോസിയേഷൻ മയൂറിയാർ ഫേസ് 2 ഏരിയയുടെ വാർഷികവും ഓണവും ആഘോഷിക്കുന്ന ഓണം പൊന്നോണം 2025 എന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഒപ്പം ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നേരുന്നു. ഞാൻ പ്രദീപ് സദാനന്ദൻ, എന്നോടൊപ്പം ആതിര പ്രദീപ്. പൊന്നിൻ ചിങ്ങമാസം വരവായപ്പോൾ തന്നെ DMAയുടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഓഗസ്റ്റ് 24-ന് DMA സാംസ്കാരിക സമുച്ചയം ആർക്കപ്പുരത്ത് അരങ്ങേറിയ തിരുവാതിര കളി മത്സരം, ഓഗസ്റ്റ് 31-ാം തീയതി നടന്ന പൂക്കള മത്സരം, സെപ്റ്റംബർ 6-ാം തീയതി അവിട്ടനാളിൽ ശ്രീ ഫോർട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിപുലമായ ഓണാഘോഷം, ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ വിഭവസമൃദ്ധമായ ഓണസദ്യ, അങ്ങനെ ആഘോഷങ്ങളുടെ നീണ്ട നിര തന്നെയാണ് DMAയ്ക്ക്. ഇത് നവംബർ വരെ നീളുന്നു എന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ മറ്റൊരു സംഘടനയ്ക്കും ലഭിക്കാത്ത മഹാഭാഗ്യമാണ് DMAയുടെ പേരിൽ നടക്കുന്നത്. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം തലസ്ഥാന നഗരിയിൽ ഇത്ര വിപുലമായി ആഘോഷിക്കുന്ന ഒരു സംഘടനയും വേറെ ഇല്ലെന്ന് തന്നെ പറയാം. DMAയുടെ പ്രവർത്തനങ്ങളും മറ്റും നമുക്ക് സെക്രട്ടറിയിൽ നിന്നും പ്രസിഡൻറ്റിൽ നിന്നുമൊക്കെ ശ്രമിക്കാവുന്നതാണ്. അധികം ദീർഘിക്കുന്നില്ല, ഓൾറെഡി ഒത്തിരി സമയം ലേറ്റായി. ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ അതിഥികളെ, എല്ലാ അതിഥികളും ഇനിയും എത്തിച്ചേർന്നിട്ടില്ല, അവരെത്തിച്ചേരും എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമ്മൾ സാംസ്കാരിക സമ്മേളനം തുടങ്ങുകയാണ്. ആദ്യമായി ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ ML ബോധനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. Now, it is my great honor and pleasure to welcome our esteemed former MLA of Patparganj, Shri Anil Kumar Chaudhary ji. He has been a constant pillar of support for Delhi Malayali Association, always present at every cultural event and celebration. His unwavering support and commitment truly strengthens our community. Let us welcome him onto the stage. I would now request our area secretary, Shri Prasad K. Nair, to accompany him. Our chief guest, Honorable Cabinet Minister Shri Kapil Sharma ji, and guest of honor, our area MLA Shri Rajendra Singh Negi ji, have been delayed due to unforeseen circumstances. The MLA of our area, Shri Ravindra Singh Negi ji, has just arrived. It is my pleasure to welcome Shri Ravindra Singh Negi ji, our area MLA, a dedicated public servant. He previously served as the MCD councillor for Vinod Nagar, and he is known for his hands-on approach and commitment to his constituency. Please join us in welcoming him. The flame of a lamp signifies the triumph of light over darkness and wisdom over ignorance. It is a symbol of knowledge that illuminates not just the surroundings but also our minds and hearts. With this in mind, I warmly invite all our dignitaries to come forward and grace this moment by lighting the ceremonial lamp. शुभं कुरुत्वं कल्याणम् आरोग्यं धनसम्पदा शुभं कुरुत्वं कल्याणम् आरोग्यं धनसम्पदा शत्रुबुद्धिविनाशाय दीपज्योतिर्नमोऽस्तुते शत्रुबुद्धिविनाशाय दीपज्योतिर्नमोऽस्तुते दीपज्योतिर्नमोऽस्तुते शुभं कुरुत्वं कल्याणम् आरोग्यं धनसम्पदा शुभं कुरुत्वं कल्याणम् आरोग्यं धनसम्पदा दीपज्योतिर्परब्रह्म दीपज्योतिर्जनार्दन दीपज्योतिर्परब्रह्म दीपज्योतिर्जनार्दन दीपो हरतु मे पापं सन्ध्यादीपं नमोऽस्तुते दीपो हरतु मे पापं
सन्ध्यादीपं नमोऽस्तुते शुभं कुरु त्वं कल्याणम् आरोग्यं धनसम्पद शुभं कुरु त्वं कल्याणम् आरोग्यं धनसम्पद आरोग्यं धनसम्पद आरोग्यं धनसम्पद. The prayer song, beautifully filling the space with vibrant energy, was forward into the formal proceedings of the evening. It is my pleasure to invite our Area Secretary, Delhi Malayali Association, Mayurya Phase 2, Shri Prasad K. Nair, to deliver the welcome address, marking the beginning of the public function. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ എൻ്റെ സുഹൃത്തുക്കൾ, ഡൽഹി മലയാളി അസോസിയേഷൻ മയ്യാർ ഫേസ് 2 കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ഈ ഓണാഘോഷ വേളയിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ DMA കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓണാഘോഷത്തിന് മറ്റേത് ആഘോഷങ്ങളെക്കാളും പ്രത്യേകതയുണ്ട്. ജാതിഭേദമതമന്യേ എല്ലാവരും ഒറ്റ മനസ്സോടെ ആഘോഷിക്കുന്ന മറ്റൊരു ആഘോഷം ഇല്ലല്ലോ. ലോകത്തിൻ്റെ ഏത് കോണിലായാലും മലയാളം സ്നേഹിക്കുന്ന ഒരു മലയാളിയും ഓണം ആഘോഷിക്കാതിരിക്കില്ല. സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ഒരു മഹത്തായ സന്ദേശമാണ് ഓണം നമുക്ക് തരുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണാനും കള്ളവും ചതിയും ഇല്ലാത്ത ഒരു കാലത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓണം. മൺമറഞ്ഞുപോയ ആ സുവർണ കാലഘട്ടത്തെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്ത് സ്വയം നിറവേറ്റും എന്ന വിശ്വാസത്തോടെ ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. ആദ്യമായി ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഏരിയ ചെയർമാൻ ശ്രീ ML ബോധനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ ബഹുമാന്യനായ ക്യാബിനറ്റ് മിനിസ്റ്റർ ശ്രീ കമൽ മിശ്രാജിയാണ്. അദ്ദേഹം ഓൺ ദ വേ ആണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ എത്തിച്ചേർന്നാൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതായിരിക്കും. അടുത്തതായി നമ്മുടെ ഏരിയയുടെ MLA ശ്രീ രവീന്ദ്ര സിംഗ് നേഗിജി നമ്മുടെ ഇന്ന് രാവിലെയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ അസോസിയേഷൻ്റെ ഒരു പാർട്ടാണ്. കഴിഞ്ഞ ആഗസ്റ്റ് 15 ഞങ്ങളുടെ കൂടെ ദേശീയ പതാക ഉയർത്താൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയും ഞാൻ മയ്യാർ ഫേസ് 2 DMAക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ അനിൽകുമാർ ചൗധരി നമ്മുടെ മുൻ MLA ആണ്. നമ്മുടെ ഓരോ മെമ്പർമാർക്കും ഇത്ര നന്നായി അറിയുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ ഓരോ ഈ മൂവ്മെൻറ്റിലും ഞങ്ങളെല്ലാം ഇവിടെ ഡൽഹിയിൽ വന്ന സമയത്ത് മുതൽ ഇത്രയും കൂടുതൽ അടുത്ത് ഇടപഴകിയ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാവില്ല. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ PN ഷാജിജി. PN ഷാജിജി ഫേസ് 1 ഏരിയ കൂടെയാണ്. പക്ഷേ എന്നാലും ഞങ്ങൾ എപ്പം കണക്കാക്കുന്നത് PN ഷാജിജി ഞങ്ങളുടെ കൂടെയാണ്. കാരണം എന്താ, എന്ത് പരിപാടിക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. അദ്ദേഹത്തെ ഫേസ് 2 DMAക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ ജയകുമാർ. അദ്ദേഹത്തെ അറിയാത്തവരായി ആരും മയ്യാർ ഫേസ് 2 ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തൊരു കാര്യത്തിനും ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജയകുമാർ. അദ്ദേഹത്തെ DMAയുടെ പേരിൽ നാം പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന DMA കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം വർണ്ണശബളമായ ഒരു കലാവിരുന്ന് ഞങ്ങളെ കുട്ടികളും എല്ലാവരും കൂടി ഒരുക്കിയിട്ടുണ്ട്. അത് എല്ലാവരും ആസ്വദിക്കണം. കാരണം വെച്ചാൽ എത്രയോ ദിവസങ്ങളായി പ്രാക്ടീസ് ചെയ്ത് ഒത്തിരി തയ്യാറെടുപ്പിന് ശേഷമാണ് അവർ ഇതിനു വേണ്ടി തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അധികം നീട്ടുന്നില്ല. സമയം ഒത്തിരിയായി. 8 മണിയാകാൻ ഞങ്ങൾ 6 മണിക്ക് തുടങ്ങേണ്ട പരിപാടിയായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ 8 മണിയായി. അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കാൻ നമ്മുടെ ഏരിയ ചെയർമാൻ ശ്രീ ML ബോധനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you for that heartfelt welcome.
which beautifully sets the tone for today's function. Carrying that warmth forward, it's my honor to invite our area chairman, Delhi Malayali Association, Mayurvihar Phase 2, Shri M.L. Bhojan, to deliver the presidential address. ഗുഡ് ഈവനിങ് എവരിബഡി ആൻഡ് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ മലയാളി അസോസിയേഷൻ്റെ ഓണം കം ആനുവൽ ഡേ സെലിബ്രേഷൻ 2025. എൻ്റെ ശബ്ദം വളരെ മോശമാണ്, അധികം ഞാൻ സംസാരിക്കുന്നില്ല. മലയാളികളുടെ മുമ്പിൽ മലയാളി അസോസിയേഷൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ 2 വാക്കുകൊണ്ട് എല്ലാം നിർത്തുന്നതാണ്. എല്ലാവർക്കും മംഗളാശംസകൾ. മഹാബലി പറയുന്ന പോലെ നമ്മൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി സുഖവും സത്യവും എല്ലാവർക്കും നന്നായി നന്മകൾ ഉണ്ടാകട്ടെ എന്നുള്ള ഒരു വചനം മാത്രമുള്ളൂ. മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ഞാൻ പറയാൻ എൻ്റെ വോയിസ് ഇല്ല. അധികം പറയാതെ ഡിലേ ചെയ്യാതെ നിങ്ങളോട് ക്ഷമിക്കുന്നു. അടുത്ത പ്രാവശ്യം പിന്നെയും കാണാം. താങ്ക് യു സോ മച്ച്. Thank you so much for that wonderful speech. Next, I have the great pleasure of inviting Shri Ravindra Singh Negi ji, our area MLA, for the inaugural address. हेलो, गुड इवनिंग एवरीवन. कैसे आप? आज बहुत ही बड़ा पर्व, शक्ति का पर्व है ओणम, जिसको दिल्ली मलयालम एसोसिएशन मयूरविहार फेज 2 के द्वारा जो हर साल बनाया जाता है 38वां इस बार ये पर्व मना रहे हैं. मैं इनको बहुत बधाई देता हूँ, साधुवाद देता हूँ. और इसके एरिया सेक्रेटरी श्री प्रसाद जी, के नायर जी और भोजन साहब एरिया चेयरमैन, और मंच में उपस्थित इस क्षेत्र के बहुत ही लोकप्रिय, पूर्व में आप पार्षद रहे, पूर्व में आप चेयरमैन रहे, पूर्व में आप विधायक रहे, ऐसे अनिल चौधरी जी. बिग हैंड एक बार अनिल चौधरी जी के लिए. और मंच में उपस्थित सभी सम्मानित लोग. मैं इतना ही कहूँगा, भारत त्योहारों का पर्व है और त्योहारों का सीज़न चल रहा है. और ओणम पर्व बड़े धूमधाम से पूरे देश में, अब ये एक मलयालम का पर्व नहीं, ये पूरे देश का पर्व है, जिसे सभी लोग बड़ी धूमधाम से मनाते हैं. आज मुझे भी यहाँ आने का सौभाग्य प्राप्त हुआ और मैंने अभी भोजन भाई से थोड़ा सा मान्यता के बारे में बताया कि एक शक्ति का, एक समृद्धि का, सुख शांति का ये पर्व है. इस पर्व को हम लोग मनाते हैं और आज सुबह मुझे इसका उद्घाटन करने का सौभाग्य प्राप्त हुआ. और जिस प्रकार जो भोजन प्रसाद मैंने ग्रहण किया, अपने आप में एक अनोखा प्रसाद था. मुझे बड़ा अच्छा लगा कि कितने प्यार से आप लोग बैठ के खिलाते हैं. और कोई ऐसा प्रसाद नहीं था कि सारे, मतलब सब चीज़ थी उसमें, पूरा संतुलित आहार था, जिसे कहेंगे टोटल विटामिन वाला. तो एक बार पुनः मैं आप सभी को ओणम की बधाई देता हूँ, शुभकामनाएं देता हूँ. इसी तरह से आप त्यौहार मनाइए और आपके विधायक के तौर पर जब मुझे आप बुलाएंगे मैं आपके बीच में हाजिर हूँ और 24/7 आपकी सेवा में हूँ. बहुत बहुत धन्यवाद, बहुत बहुत आभार. Thank you so much, sir, for your thoughtful words. Now, we warmly invite Shri Anil Kumar Chaudhary, former MLA of our area, to address the gathering. नमस्कार. दिल्ली मलयाली एसोसिएशन मयूरविहार एरिया फेज 2 द्वारा आयोजित इस ओणम कम एनुअल फंक्शन के इस अवसर पर, इस मंच पर उपस्थित पटपड़गंज विधानसभा क्षेत्र के युवा विधायक भाई रवि नेगी जी, एरिया सेक्रेटरी आदरणीय श्री प्रसाद के नायर साहब, मेरे बड़े भाई जिनसे मेरा बहुत नज़दीकी नाता रहा है. स्वाभाविक है, जब निगम पार्षद था उनसे मुलाकात हुई और ये सिलसिला आगे बढ़ता गया. बीच में कुछ दिनों बाहर भी रहे, फिर वापस आ गए, लेकिन कभी संपर्क उनसे टूटा नहीं. और खुशी है कि आज वो दिल्ली मलयाली एसोसिएशन मयूरविहार फेज 2 के एरिया चेयरमैन भी आदरणीय भोजन जी, मंच पर उपस्थित हमारे दिल्ली मलयाली एसोसिएशन के बहुत ही सम्मानित पदाधिकारीगण, मेरे समक्ष उपस्थित आदरणीय अनिल ग्रोवर जी बैठे हैं, पॉकेटसी के प्रेसिडेंट रहे, 15 साल लगभग अपनी सेवा इस फेज़ 2 में दी. मयूरविहार फेज़ 1 से आदरणीय कुट्टी साहब हैं, जो डीएम में फेज़ 1 के चेयरमैन हैं, वो भी उपस्थित हैं. मैं उनका भी स्वागत करता हूं. आदरणीय वर्गीस जी, नायर साहब,
और कई ऐसे चेहरे हैं जिनको मैंने पिछले अपने राजनीतिक जीवन और उससे पहले भी शायद जब मैं इस स्कूल में पढ़ा करता था तब से देखता आया हूँ। मेरी मातृशक्ति उपस्थित है, मेरे उम्र से छोटे मेरे प्यारे साथी और बच्चे भी उपस्थित हैं, मेरे बुजुर्ग यहाँ उपस्थित हैं। सच कहूँ तो इंतज़ार रहता है इस दिन का जब ये हमारा डीएमए के द्वारा आयोजित कार्यक्रम होता है, और केवल एक कार्यक्रम नहीं होता है, हमारी केरला की जो संस्कृति है उससे आप लोग हमें रूबरू कराते हैं। रवि जी ने एक बात कही, ये कार्यक्रम अब केवल केरला का नहीं है, ये सच है। अभी मैं कुट्टी साहब और वर्गी जी से बात कर रहा था कि कितना समय हो गया होगा दिल्ली मलयाली एसोसिएशन को इस दिल्ली में रजिस्टर्ड हुए, तो जो उन्होंने मुझे जानकारी दी, सीना गर्व से फूल जाता है, प्राउड फील होता है। और मैं उन लोगों को नमन करता हूं जिन्होंने इस विजन के साथ इस संस्था की नींव रखी। लगभग 50 वर्ष पूर्व दिल्ली में आकर के जिन लोगों ने अपना आशियाना दिल्ली को बनाया, और सच कहूं तो 50 साल पहले की दिल्ली की जब कल्पना करते हैं तो अंदाजा लगा सकते हैं कि किस तरह की दिल्ली रही होगी। दिल्ली आज विभिन्न धर्म जाति समुदाय के लोगों की दिल्ली है, और सच कहूं तो ये दिल्ली अलग अलग प्रदेशों से आए उन शिल्पकारों के द्वारा बनाई गई दिल्ली है जो आज दिल्ली में हम सांस लेते हैं, जिस दिल्ली की संस्कृति को हम जान पाते हैं। मुझे याद है 2002 में जब पार्षद चुना गया था, उस समय तत्कालीन मुख्यमंत्री श्रीमती शीला दीक्षित हुआ करती थी, और नायर साहब भारत सरकार के एक बड़े प्रशासनिक अधिकारी हुआ करते थे। शायद ही कोई कार्यक्रम उन्होंने छोड़ा हो, शायद ही कोई आप लोगों का इनविटेशन उन्होंने शायद ही अस्वीकार किया हो। गणेश मंदिर में अयप्पा पूजा होती है, मयूर विहार के मेन रोड पर भव्य पूजा होती है। हालांकि मयूर विहार पॉकेट सी में एक और अयप्पा पूजा का आयोजन होता है, बच्चों की रंगोली के कार्यक्रम होते हैं, कई तरह के फेस्टिवल्स होते हैं, मेरी माताएं बहनें पार्टिसिपेट करती हैं। तो जब जब आप लोगों ने बुलाया, मैं समझता हूँ सरकार में कोई भी रहे, लेकिन इस समाज का, इस कम्युनिटी का, केरला वासियों का हमेशा सबने सम्मान किया है। चाहे पूर्वांचल के साथी हों, ये केरला के हों, पंजाब के, हरियाणा, राजस्थान, ये कहीं से भी इस दिल्ली में आकर के बसे हों, आप सब ने मिलकर दिल्ली को संवारा है। आज ओणम सेलिब्रेशन और आपकी संस्था का एनुअल फेस्टिवल है, फंक्शन है। स्वाभाविक सी बात है, कुछ कॉम्पिटिशन्स ओणम पे होते हैं। रवि भाई ने बड़े विस्तार से बताया, भोजन जी ने बताया, और इस प्यारी सी बच्ची ने ओणम के बारे में जिक्र किया। क्योंकि मैं निरंतर 25 वर्षों से आपके बीच में लगभग आता रहा हूँ, और इसको जितना जान पाया हूँ, आपके यहाँ ओणम के नाम से ये फेस्टिवल मनाया जाता है। नॉर्थ के अंदर मकर संक्रांति जैसे कार्यक्रम, लोहड़ी जैसे कार्यक्रम के माध्यम से मनाया जाता है। स्वाभाविक सी बात है, जब प्रदेश में एक नई फसल आती है, नई उन्नति का जो एक संचार होता है, आर्थिक दृष्टि से कहिए या प्रदेश की एक विकसित संपदा की बात करिए, तो ये आज उस फेस्टिवल को आप लोग मना रहे हैं, और 2 आयोजन एक साथ हैं, तो दोनों इस महान पर्व ओणम की बहुत बहुत शुभकामनाएं। एनुअल फंक्शन पे जो बच्चे जिन्होंने पार्टिसिपेट किया, जो प्रतिस्पर्धा में जो लोग सम्मिलित थे, स्वाभाविक सी बात है आज उनको भी ऑनर किया जाएगा। तो इतना ही कहते हुए मैं आप सभी के लिए, मेरे पास शब्द नहीं है, लेकिन मैं आप सभी को धन्यवाद देता हूँ, साधुवाद देता हूँ कि आपने मुझे बुलाया। और सच कहूँ तो राजनीति में खास तौर से ऐसे अवसरों पर मुझे एक चीज़ ज़रूर महसूस होती है, और जो अक्सर हम सुनते हैं कि हारने के बाद कम ही लोगों को पूछा जाता है, याद किया जाता है। लेकिन भोजन जी आप आए, भाई मेरा एक और साथी है जॉनी भाई, इनसे राजनीतिक रिश्ता कभी रहा नहीं, बहुत सारे चेहरे हैं। चंद्रन साहब बैठे हैं, नाम नहीं लूँगा तो गुस्ताखी होगी, जिनका योगदान RWA पॉकेट भी मेरे साथ बहुत सहयोग रहा। मैं माफ़ी चाहता हूँ, 2 मिनट मैंने फालतू ले ली भोजन जी, क्योंकि आपने टाइम, लेकिन बहुत समय बाद मौका मिला है। हम भी राजनीतिक जिम्मेवारियों में कहीं ना कहीं व्यस्त रहे पिछले 5 साल, खासतौर से कोरोना काल में बड़ी कठिन परिस्थितियाँ थी, सब लोगों ने उसको महसूस किया, झेला। तो इसलिए कुछ चेहरे हैं जिनका मुझे लगता है जिक्र करना ज़रूरी है, क्योंकि वो शख्सियत हैं। समाज में बहुत सारे साथी हैं जो इस कम्युनिटी के लिए सहयोग करते हैं। नायर साहब पॉकेट सी की RWA हो, अपनी संस्था का जिक्र हो, हमेशा बढ़ चढ़ के हिस्सा लेते हैं। तो प्रदेश लेवल पे जहां आप जैसी कम्युनिटी का, प्रदेश का योगदान है, वहां मयूर विहार जैसे क्षेत्र में भी इन जैसे साथियों का बहुत बड़ा योगदान मिलता है। और मुझे उम्मीद है अभी रवि जी के साथ भी ये सहयोग निरंतर चल रहा होगा, RWA के साथियों का, संस्थाओं का।
तो इतना ही कहते हुए मुझे, क्योंकि जहाँ ये कार्यक्रम आयोजित हो रहा है, मुझे वो दिन याद आ जाता है जब शीला दीक्षित इसकी नींव रखने आई थी। और इस तरह के कार्यक्रम पहले महावीर वाटिका या रोड पर आयोजित होते थे, तो इससे अच्छा सुंदर आयोजन नहीं हो सकता। और मुझे लगता है कि जो आज उद्देश्य था इस कम्युनिटी सेंटर को बनाने का, मुझे पूरा होता हुआ दिखाई देता है जब इस तरह के फंक्शंस, फेस्टिवल्स यहाँ आयोजित होते हैं। तो इस शुभ अवसर पर मैं आप सभी को पुनः बधाई देता हूँ, शुभकामनाएं देता हूँ। और मैं इस माफ़ी के साथ मुझे थोड़ा जाना पड़ेगा, मेरे परिवार में एक मेरा पारिवारिक फंक्शन है, घर का फंक्शन है, जहाँ मुझे अभी सम्मिलित होना है। तो मैंने भोजन जी से और उनसे अनुरोध किया था कि मुझे आप फ्री कर देंगे, और टाइम दिया था 6:30। थोड़ा समय देर से कार्यक्रम शुरू हुआ, लेकिन मैं समझता हूँ इलेक्टेड जो लोग होते हैं उनकी व्यवस्थाएं होती हैं और कार्यक्रम ज़्यादा होते हैं, तो इसलिए कार्यक्रम बेशक से देर से पहुँचा हो, लेकिन आप ज़रूर एंजॉय करिएगा। और जो भी यहाँ कार्यक्रम, उन बच्चों का, उन जो यहाँ पे आपको कार्यक्रम प्रस्तुत होंगे, उनके सम्मान में तालियां जरूर बजाते रहिएगा, ये मेरा आपसे अनुरोध रहेगा। बहुत बहुत धन्यवाद। Thank you so much, sir, for your encouraging words and unwavering support. And I would especially like to thank you for taking the time out of your busy schedule for joining us today. Now, it's an honor to invite Mr. Shri P.N. Shaji ji for Additional Secretary, DMA Central Community. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡൽഹി മലയാളി അസോസിയേഷൻ്റെ മയൂർ വിഹാർ ഫേസ് 2-ൻ്റെ ഓണവും വാർഷിക ആഘോഷവും നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. അതിലെല്ലാവരും ഒന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. കലാപരിപാടികൾ ആസ്വദിക്കാനാണ് കൂടുതൽ പേരും വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് കരുതേണ്ടത്. വേദിയിലിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ ML ഭോജൻ, നമ്മുടെ വിശിഷ്ട വ്യക്തിത്വം നമ്മുടെ MLA ശ്രീ രവീന്ദർ സിംഗ് നേഗി, അതുപോലെ തന്നെ മുൻ MLA ശ്രീ അനിൽകുമാർജി, നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗം കേന്ദ്ര നിർവാഹക സമിതി അംഗം ശ്രീ ജയകുമാർ, ഇന്നത്തെ നമ്മുടെ സ്വാഗത പ്രസംഗം നടത്തിയ ഏരിയ സെക്രട്ടറി ശ്രീ ML ശ്രീ പ്രസാദ് നായർ, പിന്നെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന പല വ്യക്തികളുമുണ്ട്. നമ്മുടെ ഡൽഹി മലയാളി അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻറ്റ് ശ്രീ CA നായർ സാറുണ്ട്, അതുപോലെ തന്നെ മുൻ പ്രസിഡൻറ്റ് ശ്രീ C കേശവൻകുട്ടി സാറുണ്ട്. അദ്ദേഹം മയൂർ വിഹാർ ഫേസ് 1 ഏരിയയുടെ ചെയർമാൻ കൂടിയാണിപ്പോൾ. അങ്ങനെ പല വ്യക്തികൾ ഇവിടുന്ന് ഉണ്ട്. നമ്മുടെ കേരള സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സാറ്, അദ്ദേഹം സംഘാടക സമിതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ശ്രീ രമേശ് കോയിക്കൽ സാറുണ്ട്. പിന്നെ കൂടുതലും മറ്റുള്ള ആളുകളുടെ പേരുകളും എൻ്റെയൊക്കെ കുറച്ച് അറിയാൻ സാധിക്കുന്നില്ല. എല്ലാ ആൾക്കാരും ഇവിടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ഡൽഹി മലയാളി അസോസിയേഷൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ടോണി കണ്ണമ്പുഴ എത്തിയിരുന്നു. പക്ഷേ നമ്മുടെ പ്രോഗ്രാം സ്വല്പം വൈകിയതിനാൽ അദ്ദേഹത്തിന് മറ്റൊരു ചില പരിപാടികളിൽ പങ്കെടുക്കേണ്ടതിനാൽ അദ്ദേഹം ഇവിടെ കൂടിയിരുന്നവരോടൊക്കെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മറ്റ് പരിപാടിയിലേക്ക് തിരിഞ്ഞു. DMAയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞേനെ, പക്ഷേ ഈ വൈകിയ വേളയിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കും തോന്നുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നമ്മളുടെ ഓണാഘോഷ പരിപാടികളൊക്കെ നമ്മൾ വളരെ വമ്പിച്ച രീതിയിൽ നമ്മൾ സിരി ഫോർട്ട് ഓഡിറ്റോറിയത്തിൽ ആഘോഷിച്ചു. അത് പൂക്കള മത്സരവും അതുപോലെ തന്നെ തിരുവാതിരകളി മത്സരവും ഒക്കെ നമ്മൾ സംഘടിപ്പിച്ചു. ഇനിയിപ്പം നമുക്ക് എല്ലാ ഏരിയകളും ഒന്നിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു ഭയങ്കര പ്രോഗ്രാമാണ് വരുന്നത്. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. കലോത്സവമാണ്. അതിൻ്റെ എല്ലാ ഏരിയയിലെ അംഗങ്ങളെയും ഓരോ ഏരിയയിൽ നിന്നൊരു അറ്റ്ലീസ്റ്റ് ഒരു 50 അംഗങ്ങളെങ്കിലും ആ പരിപാടിയിൽ പങ്കെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ പരിപാടി പരിപൂർണ്ണ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 20 അപ്പോൾ ആ സെപ്റ്റംബർ 20 മുമ്പായിട്ട് നമ്മളെല്ലാവരും ഏരിയയുടെ സംഘാടകരത് എല്ലാ മെമ്പർമാരുടെ അടുത്തും അതിൻ്റെ കാര്യങ്ങൾ എത്തിച്ചതിന് ശേഷം ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ 2 ലെവലിലാണ് ആ പരിപാടി നടക്കുക. ഒന്ന് മേഖലാതല കലോത്സവമാണ്. അത് 3 സ്ഥലങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഒന്ന് കാനിങ് റോഡ് കേരള സ്കൂളിലുണ്ടാവും, വികാസ്പുരി കേരള സ്കൂളിലുണ്ടാവും, അതുപോലെ തന്നെ DMA സെൻട്രലിലുണ്ടാവും. ഇത് ഒക്ടോബർ 11 ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ഒക്ടോബർ 19 ആരംഭിക്കുന്നു. ഒക്ടോബർ 26 മേഖലാതല കലോത്സവം സമാപിക്കും. അതിനുശേഷം സംസ്ഥാനതല കലോത്സവമാവും. അത്
നവംബർ 8, 9 തീയതികളിൽ വികാസ്പുരി കേരള സ്കൂളിലാവും ആഘോഷിക്കുക. അപ്പോൾ ഈ ഒരു കലോത്സവത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് നമ്മുടെ എല്ലാ ഏരിയകളിൽ നിന്നുള്ള സഹകരണം അനിവാര്യമാണ്. അത് വിജയത്തിലെത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പിന്നെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ത്രൈമാസികയെക്കുറിച്ചാണ്. ത്രൈമാസിക ഇന്ന് ഇവിടെ നമ്മുടെ ജയകുമാർ എല്ലാവർക്കും തന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ ത്രൈമാസികയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പ്രിൻ്റ് എഡിഷൻ തന്നെ തരാനുള്ള കാരണം അത് മലയാള ഭാഷയ്ക്ക് നൽകുന്ന ഒരു പ്രോത്സാഹനമാണ്. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഈ മാഗസിൻ മേടിച്ച് വീട്ടിലൊക്കെ മംഗളം, മനോരമ പോലുള്ള മാഗസിനൊക്കെ വായിച്ച് നമ്മൾ കഴിഞ്ഞു കൂടിയിട്ടുണ്ട് കുറച്ച് ചെറുപ്പകാലങ്ങളിൽ. ഇപ്പം നമ്മൾ ആധുനിക യുഗത്തിൽ ഡിജിറ്റൽ യുഗത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ നമുക്ക് അതുമായിട്ട് കൂടുതൽ ബന്ധമില്ല. പക്ഷേ ഈ മലയാള ഭാഷയുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ DMA പ്രസിഡന്റ് ശ്രീ K. രഘുനാഥ്ജിയുടെ ഒരു പ്രത്യേക താല്പര്യമാണ് ഇത് പ്രിൻ്റ് എഡിഷൻ തന്നെ വേണമെന്നുള്ളത്. അതിൻ്റെ പേരിൽ നമ്മളിപ്പം 11ാമത് ലക്കമാണ് ഈ പ്രിൻ്റ് എഡിഷൻ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ ആ പ്രിൻ്റ് എഡിഷനിലേക്ക് നമ്മൾ ഏരിയയുടെ കലാകാരന്മാരുടെയും കലാകാരികളുടെയും കൊച്ചുകുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ കലാസൃഷ്ടികൾ നമുക്കതിലോട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പ്രസിദ്ധീകരിച്ചു നിങ്ങൾക്കത് വീടുകളിൽ ഇരുന്ന് വായിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുകൂടി നിങ്ങൾ പരിഗണിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ കൂടുതൽ പറഞ്ഞ് നിങ്ങളെയും ബോർ ചെയ്യാൻ അടുപ്പിക്കുന്നില്ല. നമ്മുടെ പോയ ആ നല്ല കാലത്തിൻ്റെ സ്മരണകൾ നമ്മളിവിടുന്ന് അയവിറക്കുന്ന ഈ സുദിനത്തിൽ നമ്മൾ മാവേലി മന്നൻ കള്ളവും ചതികളും ഒന്നുമില്ലാതിരുന്ന ആ നല്ല കാലത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് നമ്മൾ പൂക്കള മത്സരവും മറ്റും എല്ലാം നടത്തി ഇന്നിവിടെ ഉച്ചയ്ക്ക് ഓണം സദ്യ ഉണ്ടു. അതിനുശേഷം നമ്മൾ നമ്മുടെ കൊച്ചുകുട്ടികളുടെയും മുതിർന്നവരുടെയൊക്കെ കലാപരിപാടികൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിരുന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഭാരത്. As Robert Collier wisely said, success is the sum of all small efforts repeated day in and day out. Delhi Malayali Association has always believed in recognizing these relentless efforts. Today we are proud to honor 3 exceptional students with the Academic Excellence Award, celebrating their dedication and the bright futures they are creating. Their achievements stand as an inspiration to the young minds, motivating others to strive for excellence. Without further ado, the Academic Excellence Award for the academic year 2024-25. Commerce stream, Ms. Anushree Nair, scoring an impressive 91.4%. She is a daughter of Shri M. Ashok Kumar, resident of Pocket D, 208 Mayuriyar Phase 2. I request Ms. Anushree to join us on stage. I request our chief guest, Shri Ravindra Singh Negi ji, to come and hand over this honor. നല്ലൊരു കയ്യടിയാകാം. This award is graciously sponsored by Advocate Manoj H. Nair, our Joint Secretary, who has recently been appointed as Senior Panel Counsel, Government of India for District and Sessions Court, East District, Kakkadgumad Court Complex. Anushree Nair is unable to join us. We request her grandmother to receive this honor. Next, science stream. Mr. Joshua Koshi Varghese, with a commendable 85.6%, son of Dr. Roby Varghese, resident of Pocket A, 28C. I request Mr. Joshua to join us on stage. I request Shri Ravindra Singh Negi ji to hand over this prize. This Excellence Award is kindly sponsored by Babu Achyutan in the fond memory of his late mother, Radha Achyutan. Mr. Joshua Koshi Varghese. Anybody else to come and receive on behalf of Joshi?
ജോഷുവയ്ക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ ജോഷുവയുടെ പേരിൽ ആരെങ്കിലും റിസീവ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി എത്തിച്ചേരുക. വി ആർ മൂവിങ് ടു ദ അനദർ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് stream, Miss Amelia John, achieving 81.2%, daughter of the family, daughter of John Philip from 154C, Pocket C. നല്ലൊരു കയ്യടിയാകാം കേട്ടോ. This award is kindly sponsored by Mrs. Shobna and Shri M.S. Nair, presently settled in Bangalore, in the cherished memory of their beloved son Sharad Nair. പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് നമ്മുടെ മലയാളി അസോസിയേഷൻ സെൻട്രൽ കമ്മിറ്റി നടത്തിയ പൂക്കള മത്സരത്തിൽ നമ്മുടെ ടീമിൽ 20 ഏരിയകൾ മത്സരിച്ച പൂക്കള മത്സരത്തിൽ നമ്മുടെ ടീം 2ാം സ്ഥാനം കരസ്ഥമാക്കി. അവരെ ഈ വേദിയിൽ അനുമോദിക്കുകയാണ്. ടീം അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീമതി രമ ആനന്ദ്, ദിൽഷ ദിനേഷ്, ശൈലജ ഹരിഹരൻ, നിതിഷ നായർ, മിനി ഉണ്ണികൃഷ്ണൻ ആൻഡ് നൈസി ജോണി. അതുപോലെ തന്നെ എൻ്റെ കോർഡിനേറ്റർ കൂടെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. കോർഡിനേറ്റേഴ്സ് അനിത ഉണ്ണികൃഷ്ണൻ ആൻഡ് ബീന പ്രസാദ്. നല്ലൊരു കൈയടി നൽകാം. 20 ടീമുകൾ മാറ്റുരച്ചതിൽ നിന്ന് വളരെ മനോഹരമായ ഒരു പൂക്കടം കാഴ്ചവെച്ചാണ് നമ്മുടെ ടീം അവർ കരസ്ഥമാക്കിയ ട്രോഫിയാണ്. ഇതൊരു അഭിമാന നിമിഷമാണ്. മയൂരാർ ഫേസ് 2-ന് നല്ലൊരു കയ്യടിയും നല്ലൊരു ആരവമൊക്കെ ആകാം ഓണത്തിന് പേരിൽ. ഇത് ആഘോഷരാവാണ്. ഇങ്ങനെ കൈയും കെട്ടിയിരുന്ന കാര്യം നടക്കില്ല. നല്ലൊരു കയ്യടി നൽകൂ. നമ്മുടെ തിരുവാതിരയ്ക്കായാലും നമ്മളുടെ പൂക്കളത്തിനായാലും സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നും നമ്മുടെ അംഗങ്ങളുടെ പ്രാതിനിധ്യമുണ്ട്. 32 ഏരിയകളുള്ളത് 20 പേര് മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കുന്ന അഭിമാന നിമിഷങ്ങളാണ്. ഈ ടീമംഗങ്ങളുടെ പേര് ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുകയാണ്. ദിൽഷ ദിനേഷ്, രമ ആനന്ദ്, ശൈലജ ഹരിഹരൻ, നിതിഷ നായർ, മിനി ഉണ്ണികൃഷ്ണൻ, നൈസി ജോണി ആൻഡ് കോർഡിനേറ്റേഴ്സ് അനിത ഉണ്ണികൃഷ്ണൻ ആൻഡ് ബീന പ്രസാദ്. താങ്ക് യു. അടുത്ത വർഷം നമുക്ക് ഫസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്നുള്ള ഒരു ഉറപ്പോടുകൂടി നിങ്ങൾ താഴേക്ക് ഇറങ്ങുക. അതിൽ നമുക്ക് ഏറെ അഭിമാനത്തോടുകൂടി പറയാവുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയ കലാശ്രീ പുരസ്കാരം, ആദ്യത്തെ പ്രഥമ കലാശ്രീ പുരസ്കാരം കരസ്ഥമാക്കിയത് നമ്മുടെ ഏരിയയിൽ നിന്നുള്ള ഒരംഗമാണ്. അതാണ് മറ്റാരുമല്ല, കലാശ്രീ കലാമണ്ഡലം ശ്രീമതി രാധാ മാരാർ. കലാരംഗത്തുള്ള സംഭാവനകൾ മാനിച്ച് കലാശ്രീ കലാമണ്ഡലം രാധാ മാരാരെ ഈ വേദിയിൽ നമ്മൾ ആദരിക്കുന്നു. മാഡത്തെ ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മാഡത്തിന് ഒരു DMA-യുടെ പാരിതോഷികം നൽകുന്നു. ഏരിയ MLA MLA-യും അതുപോലെ അനിൽകുമാർജിയും പൊന്നാട അണിയിക്കുന്നു ശ്രീ ML ഭോജൻ, ഏരിയ ചെയർമാൻ. മെമ്മൻറ്റോ നൽകുന്നു ശ്രീ അനിൽകുമാർജി, ചൗധരി അനിൽകുമാർജി. തിരുവാതിര മത്സരത്തിൽ 17 ടീമുകൾ പങ്കെടുത്ത് 1, 2, 3 സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിലും 1, 2 മാർക്കിൻ്റെ കുറവിൽ അതിന് തൊട്ട് പുറകിൽ നിന്ന നമ്മുടെ ടീമിന് ജൂറിയുടെ പ്രത്യേക പരാമർശം ഉണ്ടായി. ആ ടീമിനെ കൂടെ ഈ വേദിയിൽ നമ്മൾ ആദരിക്കുകയാണ്, അനുമോദിക്കുകയാണ്. ടീം അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ തിരുവാതിര ടീം അത് ഇന്നിവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് മാത്രമേ എല്ലാവരും പോകാവൂ എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ടീം അംഗങ്ങൾ അനിത ഉണ്ണികൃഷ്ണൻ, ലതിക രാജേഷ്, ഗീതിക നെല്ലിമല, കൃഷ്ണ പിള്ളൈ, രുക്മിണി നായർ, പവിത്ര ശ്രീനിവാസ്, സരള ഗോപാൽ, നിതിഷ നായർ, ഷിഖ ആർ നായർ ആൻഡ് അനുപക മധു. ഇവരെയും നമ്മൾ ഓരോ പാരിതോഷികം അടുത്ത പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് വാങ്ങണം. 1 മാർക്ക് അല്ലെ 1/2 മാർക്കിനാകാൻ പോയത്. അതുകൊണ്ടായിരിക്കും നമ്മുടെ ജഡ്ജസ് ഇവരെ പ്രത്യേക പരാമർശം നൽകിയത്.
അത് DMA വേദിയിൽ വിളിച്ചത് അവർക്ക് പ്രത്യേകിച്ച് അവാർഡൊന്നും കൊടുത്തില്ലെങ്കിലും അതിൻ്റെ ആ ഒരു സങ്കടം തീർക്കുകയാണ്. അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും 1ാം സ്ഥാനമാനം നമ്മൾ നേടും എന്നൊരു ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ടീം അംഗങ്ങൾ ഇത് ഏറ്റുവാങ്ങുകയാണ്. നല്ലൊരു കയ്യടിയാകാം. 17 ടീമുകളാണ് മാറ്റുരച്ചത്. ആ 17 ടീമിൽ 3 ടീമിനല്ലേ പ്രൈസ് സെൻട്രൽ കമ്മിറ്റി കൊടുക്കാൻ പറ്റൂ. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് നമുക്കറിയില്ല മാർക്ക് എത്രയാണെന്ന്. ജൂറിയുടെ പ്രത്യേക പരാമർശം നമ്മൾ നേടിയിരുന്നു. അവർ പ്രത്യേകം അഭിനന്ദിച്ചു. ആ ടീമാണ് നമ്മളുള്ളത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇവരുടെ പെർഫോമൻസ് ഉണ്ട്. അത് ഈ പരിപാടി കഴിഞ്ഞ ഉടൻ തന്നെ വേദിയിൽ അരങ്ങേറുന്നതാണ്. This evening would not have been complete without the gracious presence of our esteemed guests. We are truly grateful for each of you to make time and join us to make this event a success. As a mark of our gratitude, we would like to present a small token of our appreciation. We are delighted to facilitate our area MLA Shri Ravindra Singh Negi ji for his constant encouragement and connection with the people. May I invite Shri ML Bhojan to present the token of our appreciation. നമ്മുടെ ഏരിയ MLA പൊന്നാട അണിയിച്ച് നമ്മൾ ആദരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ഇന്ന് മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നതിന് DMAയുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ തന്നെ ശ്രീ അനിൽകുമാർ ചൗധരിജി നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ DMAയുടെ സെക്രട്ടറി ശ്രീ പ്രസാദ് K. നായർ പൊന്നാട അണിയിക്കുകയാണ്. നമ്മുടെ ആദരവ് രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയം വീട്ടിൽ ഇന്ന് 8 മണിക്കൊരു ഫംഗ്ഷനുണ്ട്, എത്തിച്ചേരേണ്ടതാണ്. എന്നിട്ടും നമ്മോടൊപ്പം ഇത്രയും സമയം അദ്ദേഹം ചെലവഴിച്ചു. താങ്ക് യു അനിൽജി, താങ്ക് യു. അതുപോലെ ഡൽഹി മലയാളി അസോസിയേഷൻ്റെ സെൻട്രൽ കമ്മിറ്റിയുടെ അഡീഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ PN ഷാജി, അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നു. ശ്രീ പ്രസാദ് K. നായർ. हमारे नायर साहब भी यहाँ पे हैं, मैं भूल गया था आपका नाम बोलना उस टाइम। मनोज भाई हमारे मित्र हैं और हमारे बहुत ही पुराने मित्र हैं। अभी आपको बधाई भी है, अभी काउंसिल बने हैं आप। ശ്രീ ജയകുമാർ വേദിയിലെത്തണം. D. ജയകുമാർ അദ്ദേഹം കൂടെ വേദിയിലെത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ D. ജയകുമാർ, സെൻട്രൽ കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ. നമ്മുടെ ഓഗസ്റ്റ് 15-ാം തീയതി നടന്ന ഡ്രോയിങ് പെയിൻറ്റിങ് കോമ്പറ്റീഷനിലെ വെറും 4 പേര് മാത്രമേ ഉള്ളൂ. ഏജ് ഗ്രൂപ്പ് അപ് ടു 80 ഇയേഴ്സ്. ഫസ്റ്റ് ശ്രേഷ്ഠ് അയ്യർ, സെക്കൻഡ് മൃദുൽ മേനോൻ. നല്ല കയ്യടി നൽകാം കേട്ടോ. (9 to 15 ഇയേഴ്സ്) അഭയ് തിവാരി, ദക്ഷ് ആകർഷ് 2ാം സ്ഥാനം. അഭയ്, ഏജ് ഗ്രൂപ്പ് ബിറ്റ്വീൻ 9 to 15. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അഭയ് തിവാരി. നല്ലൊരു കൈഡി നൽകാം. സെക്കൻഡ് പ്രൈസ് ദക്ഷ് ആകർഷ്. ദക്ഷുണ്ടോ? ദക്ഷ് ഓൺ വിഭാഗ് ഓഫ് ദക്ഷ് ആരെങ്കിലും വാങ്ങിക്കാനുണ്ടോ ദക്ഷിന് പകരമായിട്ട്? ഇനി വളരെ കുറച്ച് 2-3 സമ്മാനങ്ങൾ കൂടുണ്ട്. നിങ്ങളുടെ ക്ഷമയധികം പരീക്ഷിക്കുന്നില്ല, പെട്ടെന്ന് ഞാൻ വിളിച്ചു വിടാം. ഇൻഡോർ ഗെയിംസാണ്. ചെസ്സ്. ഫസ്റ്റ് പ്രൈസ് സാർത്ഥക് പ്രവീൺ. ഫസ്റ്റ് പ്രൈസ് സാർത്ഥക് പ്രവീൺ. നല്ലൊരു കൈയടി നൽകാം. നമ്മളുടെ ഈ പരിപാടികളിൽ കൈയടിക്ക് ഏറ്റവും പിശുക്ക് നൽകുന്നത്
നമ്മൾ മലയാളികളാണ്, അല്ലേ ദീപക്? അപ്പം നമുക്കതിനൊരു മാറ്റം കൊണ്ടുവരാം. അടിച്ചോളൂ. അടിപൊളി അടിപൊളി. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു അശ്വിൻ ശിവകുമാർ. ഈ പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ശ്രീ RB ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹത്തിന് നല്ലൊരു കൈയടി നൽകാം. സെക്കൻഡ് അശ്വിൻ ശിവകുമാർ. അശ്വിനുണ്ടോ? ഇപ്പം നമുക്ക് പണ്ടൊക്കെ ഒരു DMAയുടെ പരിപാടി എന്ന് വെച്ചാൽ 1-2 പരിപാടികൾ. ഇപ്പോൾ എല്ലാ ദിവസവും ഓരോ ഏരിയയിൽ പരിപാടികളുടെ ബഹളമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടിയിൽ അവർക്ക് പോകാതിരിക്കാൻ കഴിയാതെ ഉണ്ടായിട്ടുണ്ടാകും, അവർ പോയിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുകയാണ്. കാർഡ്സ് പ്ലേയിങ്, അതായത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ പരിഭവം ഉണ്ടാവും ഇല്ലല്ലോ, ചീട്ടുകളി മത്സരം. അതവിടെ ഹോൾഡ് ചെയ്യാണ് കേട്ടോ. ക്യാരംസിൻ്റെ ഫസ്റ്റ് പ്രൈസ് വിന്നർ വിൻസെൻറ്റ് ജോസഫ് സിംഗിൾ. സെക്കൻഡ് സിബിൻ വർഗീസ്. ഞാൻ പേര് വിളിച്ച് വിടാം, കാരണം പേര് വിളിച്ച് അവർ വന്ന് പോകുമ്പോൾ നമ്മുടെ കുറേ സമയം നഷ്ടപ്പെടും. നമ്മുടെ കലാപരിപാടികൾ ധാരാളം അരങ്ങേറാനുണ്ട്. ക്യാരംസ് ഫസ്റ്റ് വിൻസെൻറ്റ് ജോസഫ് ആൻഡ് സെക്കൻഡ് സിബിൻ വർഗീസ്. ഡബിൾസിൽ ആൾ തയ്യാറായി. വിൻസെൻറ്റ് ജോസഫ് ആൻഡ് സിബിൻ വർഗീസ്. ഡബിൾസിന് ഇവർ തന്നെയാണ്, വിൻസെൻറ്റ് ജോസഫ് ആൻഡ് സിബിൻ വർഗീസ്. സെക്കൻഡ് TV ആനന്ദ് കുമാർ ആൻഡ് ലതിക രാജേഷ്. ലതിക വരുന്നുണ്ട്, നല്ലൊരു കൈയടി നൽകാം കേട്ടോ. ഡബിൾസിലെ സെക്കൻഡ് പ്രൈസ് TV ആനന്ദ് കുമാർ ആൻഡ് ലതിക രാജേഷ്. ഇനിയുള്ളത് ചെസ്സാണ്. ചെസ് കഴിഞ്ഞു. കാർഡ്സ് പ്ലേയിങ് റമ്മി. ഫസ്റ്റ് പ്രൈസ് ശ്രീ ഹരിദാസൻ നായർ ആൻഡ് സെക്കൻഡ് ജോമോൻ ജോസഫ്. അടിപൊളി, നല്ലൊരു കൈഡി നൽകട്ടെ. കാർഡ്സ് പ്ലേയിങ്ങിലെ റമ്മി ഫസ്റ്റ് പ്രൈസ് ശ്രീ ഹരിദാസൻ നായർ, സെക്കൻഡ് ജോമോൻ ജോസഫ്. സെക്കൻഡ് പ്രൈസ് ജോമോൻ ജോസഫ്. നല്ലൊരു കൈയടി. ഇനി കാർഡ്സ് 28 റമ്മി അത് കഴിഞ്ഞു. കാർഡ്സ് 28 ഫസ്റ്റ് പ്രൈസ് ശ്രീ സിബിച്ചൻ ആൻഡ് PT ജോസ്. 28 ഈ TV ചാനലുകളും ഒക്കെ വരുന്നതിന് മുമ്പുണ്ടല്ലോ, സ്റ്റേജ് ഷോയും ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ സമയം കളഞ്ഞിരുന്ന ഒരൊറ്റ കളിയാണ് 28. ഇപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള മത്സരവേദികളിൽ മാത്രമായി. എന്നാലും അതിൽ പ്രൈസ് വാങ്ങിച്ച ശ്രീ സിബിച്ചൻ ആൻഡ് PT ജോസ്, സെക്കൻഡ് A മുരളീധരൻ ആൻഡ് മാരീജൻ. ശ്രീ A മുരളീധരൻ ആൻഡ് മാരീജൻ. ശ്രീ മാരീജൻ എന്തേ കൂട്ടുകാരൻ കമ്പാനിയൻ? ഓട്ടോ താങ്ക്സ് ആണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ നമ്മൾ പരിപാടിയുടെ അവിടെ എത്തിച്ചേർന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കുറച്ച് ആൾക്കാരുടെ മുഖം, എനിക്ക് പരിചയമുള്ള മുഖങ്ങൾ, ഞാൻ ഒന്ന് സ്വാഗതം ചെയ്യണം അവരെ. DMA മയൂർ ഫേസ് 1 ചെയർമാൻ ശ്രീ കേശവൻകുട്ടി സാർ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, കേശവൻകുട്ടി സാർ സ്വാഗതം. ശ്രീ ഉണ്ണികൃഷ്ണൻ ചെയർമാൻ DMA വസന്ത് എൻക്ലേവ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ രഘുനാഥ് മനമേൽ ട്രഷറർ DMA ഫേസ് 1 ഏരിയ, ശ്രീ ദീപക്, ശ്രീ ദിനേശ് നായർ, ശ്രീ ഹരി, PK ഹരി, ഇവരെല്ലാവരെയും DMA മയൂർ ഫേസ് 2 പേരിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഈ പരിപാടിയുടെ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ പരിസമാപ്തിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വോട്ട് ഓഫ് താങ്ക്സ് ശ്രീ സിബിച്ചൻ.
വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന മലയാളക്കരയ്ക്ക് എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഞാനൊരു വലിയ പ്രസംഗം നടത്താനോ അങ്ങനെയെല്ലാം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നന്ദി അർപ്പിക്കുക, കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ മലയാളക്കരയുടെ ഓണം പൊന്നോണം 2025 മയൂരവിഹാർ ഫേസ് 2 ആഭിമുഖ്യത്തിൽ നടത്തിയപ്പോൾ അതിനുവേണ്ടി അധ്വാനിച്ച ഒത്തിരി ആളുകളുണ്ട്, അവരെ ഓർക്കണം. പിന്നെ നമ്മുടെ ഈ കലാസന്ധ്യ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനും അതുപോലെ തന്നെ ഇതിൻ്റെ വിശിഷ്ടാതിഥികളായി എത്തിയ അവർക്ക് 2 വാക്കിൽ നന്ദി പറയുക. ആദ്യമായി നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ ആതിഥേയത്വം സ്വീകരിച്ച് വന്ന നമ്മുടെ MLA ശ്രീ രവീന്ദ്ര സിംഗ് നേഗിക്കും മുൻ MLA ശ്രീ അനിൽകുമാറിനും DMAയുടെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. രണ്ടാമതായി നമ്മുടെ DMA സെൻട്രൽ കമ്മിറ്റിയുടെ അഡീഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ PN ഷാജി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ ജയകുമാർ എന്നിവർക്കും DMA മയൂരവിഹാർ ഫേസ് 2 പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ ഈ DMA ഫേസ് 2 ഓണസദ്യയും അതുപോലെ തന്നെ കലാസാംസ്കാരിക പ്രോഗ്രാമും ഭംഗിയാക്കുവാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചെയർമാൻ ശ്രീ ML ഭോജൻ, സെക്രട്ടറി പ്രസാദ് K നായർ, അതുപോലെ ഇതിൻ്റെ അവതാരകരായി ഇന്നിവിടെ ഉണ്ടായിരുന്ന ശ്രീ പ്രദീപ് സദാനന്ദൻ, മോള് ആതിര പ്രദീപ് എന്നിവർക്കും ഓണസദ്യയുടെ കൺവീനറായ ശ്രീ A മുരളീധരനും സാംസ്കാരിക കലാസന്ധ്യയുടെ കൺവീനറായ ശ്രീ CP സനൽ, ശ്രീമതി ശരണ്യ എന്നിവർക്കും ഉള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടിയിലേക്ക് വന്ന എല്ലാവർക്കും, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയുടെ ഒരു വാക്ക്. താങ്ക് യു. പ്രിയമുള്ളവരെ, വളരെ പെട്ടെന്ന് നമ്മൾ സാംസ്കാരിക സമ്മേളനം പര്യവസാനിച്ചു. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പരിപാടികളാണ്. പരിപാടി ഇന്ന് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രത്യേകം ഗാനമേളയ്ക്ക് വേണ്ടി ഒരു സമയം കൊടുക്കുന്നില്ല. നൃത്യങ്ങളും അതിനിടയ്ക്ക് നല്ല മെലഡീസും അതുപോലെ അവസാന ഘട്ടങ്ങളിൽ അടിപൊളി ഗാനങ്ങളുമായിട്ട് ഗാനമേള, കരയൊക്കെ ഗാനമേളയുമാണ്. നമുക്ക് ആദ്യം ഇൻവക്കേഷനാണ് നമ്മുടെ ഒരു പരമ്പരാഗത രീതി. എന്നിരുന്നാലും ഈ സ്റ്റേജൊക്കെ സജ്ജീകരിക്കാനായിട്ട് ഒരു ഗാനം ആലപിക്കാനായിട്ട് ശ്രീ മനോജ് ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Please welcome Sharanya Marar, Aishwarya, Varda Hari, Ishika Salotra, Koshi Sharma, Divya Sharma for this blessed performance.
പരമഗുണയുതം ധ്യാനസംസ്ഥം ത്രിനേത്രം ഏകം ദേവം ത്വനേകം പരമസുഖയുതം ദേവം പ്രസന്നം ശുണ്ഡാദണ്ഡാഢ്യൻ ഗണ്ഡോദ്ഗളിത മദജലോല മത്താളിമാലം ഹിരണ്യാക്ഷനെ ഹനിക്കാൻ നരബലി രൂപമായി മാബലി
അതിനായി മുന്നെടുത്ത് തപസിനാൽ മക്കലം ധരിച്ച് കടയേറിപ്പോകിനാൽ അമ്മ വീരഭയത്തോടെ കരഞ്ഞു പറഞ്ഞിരുന്നു വേദപുത്രി മാറിടുക നീ മനസാലേ നീയോ നല്ല ചേലൊത്തവൾ സുന്ദരി കുമാരിയല്ലേ പിന്നെ വേണോ ഭസ്മധാരിയാമൊരുവനെ കോപം കൊണ്ട് പാർവതി ജ്വലിച്ചു തീക്ഷണമായി നോക്കി മുന്നിൽ നിന്ന് പോകാവേഗം ഞാൻ ശിവശക്തി അത് കേൾക്കെ മഹാദേവൻ മന്ദഹാസം ചൊരിയവേ മുനിവേഷം മാറി ശിവൻ പ്രത്യക്ഷനായി കണ്ണീരഞ്ഞു പാർവതിയും കടലിനൊഴുകപ്പോൾ കാൽകൾ വീണു നമസ്കരി ശരീരമേ ഓദിത്തിത്താരാദിത്തിത്തൈരകരേതോ എത്തിത്താരാദിത്തിത്തൈരകരേതോ മന്നുരോഗദേവഗണം ഭാരങ്ങളും പാട്ടുമായി കൊണ്ടാഘോഷിച്ചിരുന്നേ കല്യാണ നേരമായി അതികന്റെ പാതിയായി ചേർന്നദേവി സുന്ദരമി രോഗരക്ഷ ചെയ്തിടുവാൻ പ്രാർത്ഥിച്ചിരുന്നേ ഓദിത്തിത്താരാദിത്തിത്തൈരകരേതോ എത്തിത്താരാദിത്തിത്തൈരകരേതോ 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 ശങ്കരായ 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 മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം സുദർശായ മംഗളം ചന്ദനായ മംഗളം ചിന്മയായ സന്മയായ തന്മയായ മംഗളം അചഞ്ചലായ മംഗളം അകിഞ്ചനായ മംഗളം ജഗത് ശിവായ മംഗളം നമ ശിവായ മംഗളം 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 നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിങ്ങിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാൻ
ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാൻ താരാപഥം ചീതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ വർണ്ണമോഹശയ്യയിൽ വന്ന ദേവകന്യകേ വിണ്ണിലാകെ നിന്റെ നെഞ്ചു പാടും ഗാനം കേട്ടു ഞാൻ താരാപഥം ചീതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാൻ താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. താങ്ക് യു. ലാ 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 ലാ. ഓഹോ ലാ ലാ ലാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. കൊമ്പട് ജും 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 ജും, പുറം കുഴൽ കൊട് ജും 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 ജും, തപ്പട് ജും ജും ജും, തകിൽ പുറം കൊട്. നഗരതീരങ്ങളിൽ ലഹരിയിൽ കുളിരവേ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ആകാശകൂടാരക്കീഴിൽ നിലാവിൻ്റെ പാൽക്കിണ്ണം നീട്ടുന്നതാര്? തീരാതിരക്കൈയിൽ താണാടും സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്? ആകാശകൂടാരക്കീഴിൽ നിലാവിൻ്റെ പാൽക്കിണ്ണം നീട്ടുന്നതാര്? തീരാതിരക്കൈയിൽ താണാടും സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്? കാതോരം പാടാൻ വാ, പാഴ്പൂരം കാണാൻ വാ. കാതോരം പാടാൻ വാ, പാഴ്പൂരം കാണാൻ വാ. ജും തജും 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 ജും തജും 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 ജും. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ.
പൊന്നാണ്യച്ചെപ്പിൽ കിനാവിൻ്റെ ഈറ്റം നിറയ്ക്കുന്നതാര്? കാണാപ്പുറം കടന്നെത്തുന്ന കാറ്റിൻ്റെ കണ്ണീരിൽ മുത്തുന്നതാര്? നക്ഷത്ര പൊന്നാണ്യച്ചെപ്പിൽ കിനാവിൻ്റെ ഈറ്റം നിറയ്ക്കുന്നതാര്? കാണാപ്പുറം കടന്നെത്തുന്ന കാറ്റിൻ്റെ കണ്ണീരിൽ മുത്തുന്നതാര്? കാതോരം പാടാൻ വാ, പാഴ്പൂരം കാണാൻ വാ. കാതോരം പാടാൻ വാ, പാഴ്പൂരം കാണാൻ വാ. ജും തജും 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 ജും തജും 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 ജും. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. കൊമ്പട് ജും തജും 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 കറും കുഴൽ കൊട് ജും തജും 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 ജും. തപ്പട് തകിൽ പുറം കൊട്. നഗരതീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ ലാലാ ഓഹോ ലാലാ ലാലാ ഓഹോ ലാലാ. താങ്ക് യു. जो है अलबेला मद नैनो वाला, जिसकी दीवानी ब्रिज की हर बाला, वो किसना है, वो किसना है, वो किसना है, वो किसना है, किसना है। जो है अलबेला मद नैनो वाला, जिसकी दीवानी ब्रिज की हर बाला, वो किसना है, वो किसना है, वो किसना है, किसना है। प्यार में डूबी प्यार में खोई, प्यार की धुन में जागी न सोई। प्यार में डूबी प्यार में खोई, प्यार की धुन में जागी न सोई। दुनिया से है वो अनजानी, सब कहते हैं प्रेम दीवानी। किसना से मिलती है भूल के हर बंधन, हो किसना की माला की जपती है वो जोगन। वो राधा है,
किसना है वो किसना है वो किसना है किसना मेरा भी सांसों की धड़कन किसना हर पल में जीवन में किसकी किसना वो राधा है वो राधा है राधा है ਜਾਗਾ ਰਾਤਾਂ ਨੂੰ ਰੋਕ ਨਾ ਪਾਵਾਂ ਅੱਖੀਆਂ ਵਿੱਚੋਂ ਗਮ ਦੀਆਂ ਬਰਸਾਤਾਂ ਨੂੰ ਤਾਰੇ ਗਿਣ ਗਿਣ ਯਾਦ ਚ ਦੇਣੀ ਮੈਂ ਤਾਂ ਜਾਗਾ ਰਾਤਾਂ ਨੂੰ ਰੋਕ ਨਾ ਪਾਵਾਂ ਅੱਖੀਆਂ ਵਿੱਚੋਂ ਗਮ ਦੀਆਂ ਬਰਸਾਤਾਂ ਨੂੰ ਓ
വള്ളംകളി അക്കരയും ഇക്കരയും ആൾത്തിരക്കിൻ പൂരക്കളി. പള്ളിയോടം ആർപ്പുവിളി വള്ളംകളി അക്കരയും ഇക്കരയും ആൾത്തിരക്കിൻ പൂരക്കളി. അമരത്തിരുന്നു ഞാൻ തുഴതുഴഞ്ഞേറവേ, അമരത്തിരുന്നു ഞാൻ തുഴതുഴഞ്ഞേറവേ. അന്നക്കിളി നിന്നെ കണ്ടു നെഞ്ചിലല്ലി പൂവമ്പ് കൊണ്ട്, അന്നക്കിളി നിന്നെ കണ്ടു നെഞ്ചിലല്ലി പൂവമ്പ് കൊണ്ട്. പള്ളിയോടം ആർപ്പുവിളി വള്ളംകളി അക്കരയും ഇക്കരയും ആൾത്തിരക്കിൻ പൂരക്കളി. കരളിനുള്ളിൽ കായലിനുള്ളിൽ തിരകൾ തുള്ളുമ്പോൾ തുഴയും പോയി തുണയും പോയി തിത്തകതാരാരോ. ആറന്മുളപ്പള്ളിയോടം ആർപ്പുവിളി വള്ളംകളി അക്കരയും ഇക്കരയും ആൾത്തിരക്കിൻ പൂരക്കളി. തുഴയില്ലാതെ കുഴഞ്ഞ നേരം നീലിപ്പെണ്ണേ, അഴകോലും പൂമിഴിയാൽ തങ്കത്തുഴയും നീ തന്നു. തുഴയില്ലാതെ കുഴഞ്ഞ നേരം നീലിപ്പെണ്ണേ, അഴകോലും പൂമിഴിയാൽ തങ്കത്തുഴയും നീ തന്നു. അണിയത്തും ഞാൻ അമരത്തും ഞാൻ തിത്തകതയ്യാരോ, ചുണ്ടനുമില്ല ചുരുളനുമില്ല നമുക്കു നാം മാത്രം. ആറന്മുളപ്പള്ളിയോടം ആർപ്പുവിളി വള്ളംകളി അക്കരയും ഇക്കരയും ആൾത്തിരക്കിൻ പൂരക്കളി. ആറന്മുളപ്പള്ളിയോടം ആർപ്പുവിളി വള്ളംകളി അക്കരയും ഇക്കരയും ആൾത്തിരക്കിൻ പൂരക്കളി. അമരത്തിരുന്നു ഞാൻ തുഴതുഴഞ്ഞേറവേ, അമരത്തിരുന്നു ഞാൻ തുഴതുഴഞ്ഞേറവേ. അന്നക്കിളി നിന്നെ കണ്ടു നെഞ്ചിലല്ലി പൂവമ്പ് കൊണ്ട്, അന്നക്കിളി നിന്നെ കണ്ടു നെഞ്ചിലല്ലി പൂവമ്പ് കൊണ്ട്. കുണ്ഠിതമരുത് കേട്ടുകഴിഞ്ഞാൽ വിപ്ലവമരുത് കണ്ടുകഴിഞ്ഞാൽ, കുണ്ഠിതമരുത് കേട്ടുകഴിഞ്ഞാൽ വിപ്ലവമരുത് കണ്ടുകഴിഞ്ഞാൽ. ഭാരതമെന്നൊരു മാപ്പിന്നടിയിൽ കേരളമെന്നൊരു നാടുണ്ടിവിടെ, ഭാരതമെന്നൊരു മാപ്പിന്നടിയിൽ കേരളമെന്നൊരു നാടുണ്ടിവിടെ. കേരം തിങ്ങും കേരള നാട്ടിൽ കുണ്ടറ എന്നൊരു നാടുണ്ടിവിടെ, കേരം തിങ്ങും കേരള നാട്ടിൽ കുണ്ടറ എന്നൊരു നാടുണ്ടിവിടെ. കഥകൾ ഒരു പിടി പറയാനുണ്ടത് പറയാൻ പോയാൽ നാണക്കേടാ, ഒരു പിടി പറയാനുണ്ടത് പറയാൻ പോയാൽ നാണക്കേടാ. നാരായണ ജയ 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 നാരായണ ജയ. കുണ്ടറക്കാരൻ കുഞ്ഞിക്കണ്ണൻ മാളിക വീട്ടിലെ കരാറുകാരൻ, കുണ്ടറക്കാരൻ കുഞ്ഞിക്കണ്ണൻ മാളിക വീട്ടിലെ കരാറുകാരൻ. സർക്കാരിന്റെ കരാറു ജോലികൾ കുഞ്ഞിക്കണ്ണനെ തേടി വന്നെത്തി, സർക്കാരിന്റെ കരാറു ജോലികൾ കുഞ്ഞിക്കണ്ണനെ തേടി വന്നെത്തി. റോഡുകൾ തോടുകൾ പാലങ്ങൾ ഇവ കെട്ടി നടത്തി കുഞ്ഞിക്കണ്ണൻ, റോഡുകൾ തോടുകൾ പാലങ്ങൾ ഇവ കെട്ടി നടത്തി കുഞ്ഞിക്കണ്ണൻ. പേരും പെരുമയും ഏറെ നേടി പ്രമാണി പട്ടം
നാളിലേറെ കിട്ടി. പേരും പെരുമയും ഏറെ നേടി പ്രമാണിപട്ടം ഏറെ കിട്ടി. കുണ്ടറവാഴും കോൺട്രാക്ടർക്ക് പത്താനയ വാങ്ങാൻ കാശുണ്ടത്രേ. കുണ്ടറവാഴും കോൺട്രാക്ടർക്ക് പത്താനയ വാങ്ങാൻ കാശുണ്ടത്രേ. നാരായണ ജയ 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 നാരായണ ജയ. ധനവും ധാന്യവും വന്നു മറിഞ്ഞു ഭാര്യ സുഹാസിനി ലോകം മറന്നു. ധനവും ധാന്യവും വന്നു മറിഞ്ഞു ഭാര്യ സുഹാസിനി ലോകം മറന്നു. ഇംഗ്ലീഷ് ഇത്തിരി പുറകോട്ടാണ്, പല പല ചേഷ്ടകൾ മുന്നോട്ടാണ്. ഇംഗ്ലീഷ് ഇത്തിരി പുറകോട്ടാണ്, പല പല ചേഷ്ടകൾ മുന്നോട്ടാണ്. നാട്യം കണ്ടാൽ പേർഷ്യക്കാരി ഫാഷൻ വേണം ഒന്നാം കിടയിൽ. നാട്യം കണ്ടാൽ പേർഷ്യക്കാരി ഫാഷൻ വേണം ഒന്നാം കിടയിൽ. കുഞ്ഞിക്കണ്ണൻ മുതലാളിക്ക് മക്കൾ രണ്ടാണിടവും വലതും. കുഞ്ഞിക്കണ്ണൻ മുതലാളിക്ക് മക്കൾ രണ്ടാണിടതും വലതും. പേരിനു മാത്രം ഈ മക്കൾ രണ്ടും എന്നിഹ ചൊല്ലി വിലപിച്ചു കണ്ണൻ. പേരിനു മാത്രം ഈ മക്കൾ രണ്ടും എന്നിഹ ചൊല്ലി വിലപിച്ചു കണ്ണൻ. പള്ളിക്കൂട പടിവാതിലുകൾ കൊട്ടിയടച്ചു ചിൽഡ്രൻസിന്. പള്ളിക്കൂട പടിവാതിലുകൾ പൊട്ടിയടച്ചു ചിൽഡ്രൻസിന്റെ. പേരൻസിന്റെ മഹിമകൾ തീർത്തും പരിപാലിച്ചു മക്കൾ രണ്ടും. പേരൻസിന്റെ മഹിമകൾ തീർത്തും പരിപാലിച്ചു മക്കൾ രണ്ടും. നാരായണ ജയ 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 നാരായണ ജയ. പരമുപ്പിള്ളയെ വീട്ടിൽ വിളിച്ചു കൂലംകഷമായി ചർച്ച തുടങ്ങി. 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 മൂത്തവളാകും വിലോചനയ്ക്കു കല്യാണത്തിനു വട്ടം കൂട്ടി. മൂത്തവളാകും വിലോചനയ്ക്ക് കല്യാണത്തിനു വട്ടം കൂട്ടി. മൂത്തവളാകും വിലോചനയ്ക്ക് കല്യാണത്തിനു വട്ടം കൂട്ടി. മൂത്തവളാകും വിലോചനയ്ക്ക് കല്യാണത്തിനു വട്ടം കൂട്ടി. സ്ത്രീധനമെത്രയുമാട്ടേ പരമു കണ്ണൻ ചേട്ടനു പ്രശ്നമതില്ല. സ്ത്രീധനമെത്രയുമാട്ടേ പരമു കണ്ണൻ ചേട്ടനു പ്രശ്നമതില്ല. നാരായണ ജയ 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 നാരായണ. നീരാട്ടില്ല നിദ്രയുമില്ല ഭക്ഷണമോ അത് വേണ്ടേ വേണ്ട. നീരാട്ടില്ല നിദ്രയുമില്ല ഭക്ഷണമോ അത് വേണ്ടേ വേണ്ട. തനിയെ ചിരിച്ചും ഓടിക്കളിച്ചും വിലോചന പല സ്വപ്നം കണ്ടു. തനിയെ ചിരിച്ചും ഓടിക്കളിച്ചും വിലോചന പല സ്വപ്നം കണ്ടു. പല 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 സ്വപ്നം കണ്ടു. പല 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 സ്വപ്നം കണ്ടു. ചേച്ചിയുടെ സുഖം കണ്ടിട്ടങ്ങനെ സുലുവും അമ്മയും പൊട്ടിച്ചിരിച്ചു. ചേച്ചിയുടെ സുഖം കണ്ടിട്ടങ്ങനെ സുലുവും അമ്മയും പൊട്ടിച്ചിരിച്ചു. നാരായണ ജയ 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 നാരായണ ജയ. ആഘോഷത്തിനു മാറ്റുകൾ കൂട്ടാൻ പേർഷ്യക്കാരൻ കൊച്ചച്ഛനുമെത്തി. ആഘോഷത്തിനു മാറ്റുകൾ കൂട്ടാൻ പേർഷ്യക്കാരൻ കൊച്ചച്ഛനുമെത്തി. ആരവത്തിരമാലയുയർത്തി ആവേശത്തിൻ ജ്വാല പടർത്തി. ആരവത്തിരമാലയുയർത്തി ആവേശത്തിൻ ജ്വാല പടർത്തി. പരമുപ്പിള്ളയെ മുന്നിൽ നിറത്തി പെണ്ണുകാണൽ സംഘവുമെത്തി. പരമുപ്പിള്ളയെ മുന്നിൽ നിർത്തി പെണ്ണുകാണൽ സംഘവുമെത്തി. എല്ലാ കാര്യവും നോക്കി നടത്താൻ കൊച്ചച്ഛനോ മുന്നിൽ നിന്നു. എല്ലാ കാര്യവും നോക്കി നടത്താൻ കൊച്ചച്ഛനോ മുന്നിൽ നിന്നു. ചിരിച്ചു തള്ളിയും മറിച്ചു തുള്ളിയും ചാടേമാടേയും കാട്ടി സുഹാസിനി. ചിരിച്ചു തള്ളിയും മറിച്ചു തുള്ളിയും ചാടേമാടേയും കാട്ടി സുഹാസിനി.
സുഹാസിനിയുടെ നാട്യം കണ്ടു ചെക്കൻ്റെ അമ്മ രോഷം കൊണ്ടു. സുഹാസിനിയുടെ നാട്യം കണ്ടു ചെക്കൻ്റെ അമ്മ രോഷം കൊണ്ടു. രോഷം കൊണ്ടു ദോഷം കൊണ്ടു കെട്ടിയവനിട്ടൊരു കുത്തു കൊടുത്തു. രോഷം കൊണ്ടു ദോഷം കൊണ്ടു കെട്ടിയവനിട്ടൊരു കുത്തു കൊടുത്തു. എന്നോടാണോ ഇക്കളി തീക്കളി ഇന്നോ നാളെയോ തീർക്കും ഇക്കളി. എന്നോടാണോ ഈ കളി തീക്കളി ഇന്നോ നാളെയോ തീർക്കും ഈ കളി. ചെക്കൻ്റെ അമ്മ രാഗിണി പിന്നെ കണ്ണൻ ചേട്ടനെ നോക്കിയിരുന്നു. ചെക്കൻ്റെ അമ്മ രാഗിണി പിന്നെ കണ്ണൻ ചേട്ടനെ നോക്കിയിരുന്നു. രാഗിണി തന്റെ മനസ്സിൽ കുറിച്ചു കണ്ണൻ ചേട്ടനെ ഞാൻ കൊണ്ടുപോകും. രാഗിണി തന്റെ മനസ്സിൽ കുറിച്ചു കണ്ണൻ ചേട്ടനെ ഞാൻ കൊണ്ടുപോകും. കണ്ണിണയാലെ കഥകൾ രചിച്ചു കണ്ണൻ മേശ്രീ നായകനായി. കണ്ണിണയാലെ കഥകൾ രചിച്ചു കണ്ണൻ മേശ്രീ നായകനായി. തെല്ലിട നേരം വിട്ടുപിടിച്ചു പ്രേം നസീറിൻ ഭാവം ചേർത്തു. തെല്ലിട നേരം വിട്ടുപിടിച്ചു പ്രേം നസീറിൻ ഭാവം ചേർത്തു. പേർഷ്യക്കാരൻ കൊച്ചച്ചനോ ഞൊടിയിടയിൽ കാര്യം ഗ്രഹിച്ചു. പേർഷ്യക്കാരൻ കൊച്ചച്ചനോ ഞൊടിയിടയിൽ കാര്യം ഗ്രഹിച്ചു. നാരായണ ജയ 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 നാരായണ ജയ. നേരം പൊട്ടി വിടർന്നൊരു നേരം വലിയ വായയിൽ വാർത്തകൾ വന്നു. നേരം പൊട്ടി വിടർന്നൊരു നേരം വലിയ വായിൽ വാർത്തകൾ വന്നു. നേരം പൊട്ടി വിടർന്നൊരു നേരം വലിയ വായയിൽ വാർത്തകൾ വന്നു. നേരം പൊട്ടി വിടർന്നൊരു നേരം വലിയ വായിൽ വാർത്തകൾ വന്നു. കണ്ണൻ ചേട്ടനും രാഗിണി മാമിയും കുണ്ടറ വിട്ടങ്ങ് അപ്രത്യക്ഷം. കണ്ണൻ ചേട്ടൻ രാഗിണി മാമിയും കുണ്ടറ വിട്ടങ്ങ് അപ്രത്യക്ഷം. നാരായണ ജയ 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 നാരായണ ജയ. കണ്ണിമ പൂട്ടാതങ്ങനെ ഇങ്ങനെ വിലോചന എന്തോ പരവേശത്തിൽ. കണ്ണിമ പൂട്ടാതങ്ങനെ ഇങ്ങനെ വിലോചന എന്തോ പരവേശത്തിൽ. തെറ്റിക്കുന്നിൽ തൊഴുവാൻ ചെന്ന അമ്മയ്ക്കെന്തോ പറ്റിയിട്ടുണ്ട്. തെറ്റിക്കുന്നിൽ തൊഴുവാൻ ചെന്ന അമ്മയ്ക്കെന്തോ പറ്റിയിട്ടുണ്ട്. കൂടെ പോയ സുലോചന ചൊല്ലി അമ്മയെ എങ്ങും കാണാനില്ല. കൂടെ പോയ സുലോചന ചൊല്ലി അമ്മയെ എങ്ങും കാണാനില്ല. മംഗളവേദിയിൽ പെട്ടെന്നെത്തിയ സുഹാസിനി ദേവി ഇങ്ങനെ അരുളി. മംഗളവേദിയിൽ പെട്ടെന്നെത്തിയ സുഹാസിനി ദേവി ഇങ്ങനെ അരുളി. അച്ഛൻ പോയാൽ പോട്ടെ കൊച്ചി കൊച്ചച്ഛൻ ഇനി നിങ്ങളുടെ അച്ഛൻ. അച്ഛൻ പോയാൽ പോട്ടെ കൊച്ചേ കൊച്ചേച്ചൻ ഇനി നിങ്ങളുടെ അച്ഛൻ. നാരായണ ജയ 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 നാരായണ ജയ. അദ്ദേഹവും ധാരാളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഡൽഹിയിൽ. ഇപ്പോൾ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് സ്റ്റേജിൽ എത്താനുള്ള അവസരം കിട്ടുന്നത്. താങ്ക് യു സേവ്യർ. ശ്രീ ജയൻ നമ്മുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ്, സൈലന്റ് വർക്കറാണ്, വേദിയിലൊന്നും വരാതെ പുറകിൽ നിന്ന്. ജയൻ. ശ്രീ ഹരിദാസ് കെ ബി, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സ്റ്റേജിലൊക്കെ പരിപാടി അവതരിപ്പിച്ചിട്ട് പഴക്കം ഇല്ല, അത് ഒരുപക്ഷെ ഉണ്ടായിരിക്കും, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ്. ഹരിദാസ് എക്സലൻറ്റ്.
എന്നായിരുന്നു. ശ്രീ ജോണി തോമസ് ആൻഡ് നൈസി ജോണി, ഭാര്യയും ഭർത്താവ് ഒരുപോലെ വിളിക്കുന്നു. ഒന്നിച്ച് വേദിയെത്തുക, അടിപൊളിയാക്കി ഗംഭീരമാക്കി. അനിത ഉണ്ണികൃഷ്ണൻ സെൻറ്റർ ഓഫ് ദ അട്രാക്ഷൻ ആയിരുന്നു, ഇതിൻ്റെ നായികയായിരുന്നു ഈ സ്കിറ്റിലെ. നല്ലൊരു കയ്യിൽ നൽകാം. നൈസി ജോണി കഴിഞ്ഞു. പ്രീതി നായർ, പ്രീതി. നിമിഷ നായർ. ശ്രീ ഭോജൻജി ചെയർമാൻ 1-2 സമ്മാനങ്ങൾ. നിതീഷ നായർ നല്ലൊരു ഗായക കൂടിയാണ്. നല്ലൊരു കൈഡ് നൽകാം. ശ്രീ മനോജ് ജോർജ്, ഇതിൻ്റെ പിന്നണിയായിരുന്നു ഇതിൻ്റെ വിജയത്തിൻ്റെ മറ്റൊരു ഭാഗം. ശ്രീ മനോജ് ജോർജ്, CPS പണിക്കർ ആൻഡ് റിതുൽ രത്തൻ. ഇവർക്ക് ഒരു സമ്മാനം നൽകുന്നു ശ്രീ CA നായർ സാർ, നമ്മുടെ ഡൽഹി മലയാളി അസോസിയേഷൻ മുൻ പ്രസിഡൻ്റാണ്. ശ്രീ ഗോപാലൻകുട്ടി, ശ്രീ SK കുട്ടി എന്നൊരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഇവിടെ ഗസ്റ്റിനെ സ്വീകരിച്ച മേളക്കാരുടെ ഹെൽമെറ്റ് പീസിംഗ് ആണ്. ആരെങ്കിലും അറിയാതെ എടുത്തെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റിതുൽ രത്തൻ നമ്മുടെ ആ പാട്ടിനൊത്ത സംഗീതത്തിനൊത്ത താളം നൽകിയത് റിതുലായിരുന്നു. വളർന്നു വരുന്നൊരു കലാകാരനാണ്. നല്ലൊരു കൈ നൽകാം. ശ്രീ ഗോപാലൻകുട്ടിജിയും SK കുട്ടിയും ചേർന്ന് നൽകുന്നു. പിന്നെ ഇതിൻ്റെ പില്ലർ ശ്രീ സനിൽ കണ്ണൂർ, രചനാ സംവിധാനം